ചേരുന്നുണ്ട്. അനൂപ്, വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ നിർദ്ദേശങ്ങൾ വരികയാണ്. ഉന്നതതല യോഗം ചേരുന്നു. എന്തൊക്കെ സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ്. അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായി നേരത്തെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. ഗുജറാത്തിൽ ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നിരിക്കുന്നു, മഹാരാഷ്ട്രയിൽ ഉന്നതതല യോഗം ചേർന്നിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായി കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇവിടേക്ക് സുരക്ഷിതരായി എത്തിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന തലങ്ങളിൽ? അതായത് ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും കൂടുതൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം എന്ന ഒരു വിലയിരുത്തൽ ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഗുജറാത്ത് വരെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഒരു അവലോകന യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ യോഗം ചേർന്നു. ഗുജറാത്ത് അതിർത്തി സംസ്ഥാനമാണ്. ഗുജറാത്ത് നേരത്തെ പാകിസ്ഥാൻ ആക്രമണം നടത്താനുള്ള ശ്രമവും ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്ത് എന്താണ് സ്ഥിതിഗതികളെന്ന് വിലയിരുത്തുകയും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരോട്, അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരോട് തിരിച്ചു വരാൻ നിർദ്ദേശിക്കുകയും ഏത് ഗുരുതരമായ അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിലൊരു ഇളവ് നൽകിയിട്ടുള്ളത്, ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദാക്കുന്നതിൽ ഇളവ് നൽകിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖത്തിന് ചികിത്സയിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ കുഴപ്പമുള്ള സ്റ്റേജിലുള്ള ആളുകൾക്ക് മാത്രമേ ഒരു ഇളവ് നൽകിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഉടൻ ജോലിക്ക് ഹാജരാവണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, പടക്കം പൊട്ടിക്കുന്നതിന്, ഡ്രോണുകൾ പറത്തുന്നതിനൊക്കെ നിരോധനമുണ്ട് ഗുജറാത്തിൽ. ഗുജറാത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം പാകിസ്ഥാനിൻ്റെ ഭൂഭാഗത്തേക്ക് വലിയ ദൂരമില്ല, അതിർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. അതുകൊണ്ട് ഗുജറാത്തിൽ തൊട്ടുപുറത്ത് രാജസ്ഥാനിലാണെങ്കിൽ പല മേഖലകളും പാകിസ്ഥാനിൻ്റെ ആക്രമണം ഇന്നലെ നേരിട്ട ഇടങ്ങളാണ്. അതുകൊണ്ട് രാജസ്ഥാനിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. മുകളിലേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ, അത് കഴിഞ്ഞ് കുറച്ച് പിറകിലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് അവലോകന യോഗം ചേർന്നത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, അവിടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ത്രിപുരയിൽ ഉൾപ്പെടെ അവലോകന യോഗം ചേരുന്നു. മാത്രവുമല്ല, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ അവശ്യ വസ്തുക്കളുടെ ഒരു അവസ്ഥ എന്താണ് എന്ന ഒരു വിലയിരുത്തലൊക്കെ നടത്തി കഴിഞ്ഞു. ആവശ്യത്തിന് ഇന്ധനം നമ്മുടെ കയ്യിലുണ്ട്, ആവശ്യത്തിന് ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട്, അരിയാണെങ്കിൽ ഗോതമ്പാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് കൃഷിമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചിരാഗ് പസ്വാൻ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കൾ എത്രയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും യാതൊരു കുഴപ്പവുമില്ല. മാത്രവുമല്ല, കുറേയേറെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പല സ്ഥലത്തും മാർക്കറ്റുകൾ അടയ്ക്കാൻ പോകുന്നു, രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ചണ്ഡീഗഡിലെ പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം, എല്ലാ മാർക്കറ്റുകളും തുറന്നു കിടക്കുകയാണ് ഈ സമയം വരെ. ഇന്നലെ രാത്രിയിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതല്ലാതെ യാതൊരു കുഴപ്പവുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സമാധാന ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഔദ്യോഗികമായ സംവിധാനം അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനം വഴി വരുന്ന വാർത്തകൾ വിശ്വസിക്കണമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അനൂപ് ദാസാണ് പുതിയ വിവരങ്ങൾ, മുന്നൊരുക്കങ്ങൾ. എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ സിവിൽ ഡിഫൻസ് കൂടുതൽ ശക്തിപ്പെടുത്തണം, എങ്ങനെ വേണം അതിനെ നേരിടാൻ എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ, വിവിധ പ്രധാനപ്പെട്ട നേരത്തെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലും പൊതുവിലും നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ്. സൈറണുകൾ മുഴക്കിയും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചും സുരക്ഷാ സേന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ സൈറൺ സ്ഥാപിക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഇത് പരീക്ഷിക്കുന്നത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. രാജ്യതലസ്ഥാനത്ത് അതിജാഗ്രത തുടരുകയാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കി. അവശ്യ മേഖലയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കി. എല്ലാവരും തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം ഡൽഹിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലുമൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ അവധി ഉണ്ടായിരിക്കില്ല എന്ന് ഡൽഹിയിലെ അറിയിപ്പിൽ പറയുന്നു. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ഡൽഹിയിലെ 55 ഇടങ്ങളിലാണ് ബുധനാഴ്ച മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നത്. സുരക്ഷയാകെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പട്യാല, ചണ്ഡീഗഡ്, അംബാല തുടങ്ങിയിടങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ തന്നെ സൈറൺ മുഴങ്ങി. പാക് പ്രകോപനം തുടരുന്നതിനിടയിൽ ഇവിടങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി എന്നാണ് റിപ്പോർട്ട്. രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാണ്. സംസ്ഥാനങ്ങളിൽ സുരക്ഷ ശക്തമാണ്. രാജ്യത്ത് 2010 വിജ്ഞാപനം ചെയ്ത 244 സിവിൽ ഡിഫൻസ് ജില്ലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സുരക്ഷാ മുന്നൊരുക്കം നടത്തുന്നുണ്ട്. ഇവയിൽ 100ഓളം തന്ത്രപ്രധാന നഗരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവിടങ്ങളിൽ പ്രത്യേകമായ സുരക്ഷയാണ്. പാക് ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ രാത്രിയിൽ പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നും അത്തരം ക്രമീകരണങ്ങൾ ഉണ്ടാകും.
ജനങ്ങളോട് പുറത്തിറങ്ങാൻ പാടില്ല, സുരക്ഷിതരായിരിക്കണം എന്ന മുന്നറിയിപ്പ് തുടരുകയാണ്. പോലീസ് സൈറൺ മുഴക്കുകയും ചെയ്തിരുന്നു. അമൃത്സർ, ഫിറോസ്പൂർ, ഗുരുദാസ്പൂർ, ജലന്ധർ, കപൂർത്തല, ഹോഷിയാർപൂർ, മൊഹാലി, ഫരീദ്കോട്ട്, പത്താൻകോട്ട്, ഗുരുദാസ്പൂർ തുടങ്ങിയിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. അവിടെയും ജാഗ്രത തുടരുകയാണ്. അതിനിടയിലാണ് ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി സൈനിക മേധാവിമാരുമായും സംയുക്ത സൈനിക മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തിയത്. ആഭ്യന്തരമന്ത്രി നേതൃത്വത്തിലും യോഗങ്ങൾ നടക്കുന്നു. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നു. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകുന്നു. അതിർത്തിയിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിക്കുന്നു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രധാനപ്പെട്ട ആളുകളുടെയും ഒക്കെ പ്രതികരണങ്ങൾ പാകിസ്ഥാനെതിരായ നമ്മുടെ ഓപ്പറേഷൻ ഒറ്റക്കെട്ടായി രാജ്യം മുന്നോട്ട് പോകുന്നു എന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.